അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. എന്തിനാണ് ഈ വ്ളോഗ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് എനിക്ക് തന്നെ അറിയില്ല. സോ ഇഫ് ദിസ് വീഡിയോ ഇസ് നോട്ട് ഫോർ യു ജസ്റ്റ് സ്കിപ്പ്. അപ്പോൾ എനിക്ക് കുറേ ഇയറിങ്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഇത് കണ്ടല്ല, ഇങ്ങനെ ഈ ബോക്സിനകത്ത് വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ കുഴച്ച് മറിച്ചിട്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം പുതിയതായിട്ട് മീഷോയിൽ നിന്ന് കൊളാബ് കിട്ടിയത് കേട്ടോ. അതുവരെ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഇയറിങ്സ് ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ മീഷോയിൽ നിന്ന് എനിക്ക് കൊളാബായിട്ട് ഒരു ബോക്സ് അവർ അയച്ചു തന്നിട്ടുണ്ട്. നമുക്കത് അതിലേക്കൊക്കെ ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതല്ല. ഇതിനകത്ത് ഇരിക്കുമെന്ന് അറിയില്ല. ഇതാണ് ബോക്സ്. ഇങ്ങനെ 3 tier ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ഇതിനകത്ത് ഇങ്ങനെ എല്ലാം ചെറിയ ചെറിയ ഇയറിങ്സ് ഇരിക്കും. പിന്നെ ഇതുപോലത്തെ ഒരു ബോക്സാണ്. ഇങ്ങനെ ഡിവൈഡറൊക്കെ ഉണ്ട്. അടുക്കി വയ്ക്കുന്ന ഇങ്ങനത്തെ ഒരു ബോക്സാണ്. നമുക്ക് ഇങ്ങനത്തേക്ക് ഈ ടൈപ്പുള്ള ഇയറിങ്സ് എല്ലാം എടുത്ത് വയ്ക്കാം. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇയറിങ്സ് ആയിരുന്നു. ലോട്ടസ് ഐറ്റംസ് ഒക്കെ ട്രെൻഡിങ് ആയിരുന്നപ്പോൾ വാങ്ങിയതാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഇയറിങ്സ് ആണ്. ഞാൻ കുറേ എൻ്റെ റീൽസിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഇയറിങ്സാണ്. ഇത് ക്യൂട്ട് ഒരു നാരങ്ങ ഇയറിങ്സ്. ഇതിൻ്റെ യെല്ലോ കളറിലുള്ളത് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല, കുറേ ആയത് കാണാനായിട്ട്. ഇത് ആക്ച്വലി അമ്മയുടെ ഇയറിങ്സ് ആണ്. അമ്മയുടെ ഇനി ഞാൻ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല. ഈ കമ്മലൊക്കെ മര്യാദയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പമില്ല. എല്ലാം കൂടി ഇങ്ങനെ കൂടിപ്പടഞ്ഞിരിക്കും. ഇത് ക്ലേ കൊണ്ട് ടെറാക്കോട്ടയുടെ കമ്മലാണ്. ഞങ്ങൾ തൃശ്ശൂർ ഇവിടെ പൂരത്തിന് എക്സിബിഷന് പോയപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോൾ വാങ്ങിയതാണ്. ഈ കമ്മല് ഇതൊരു ഫണ്ണി സ്റ്റോറി ഉണ്ട്. ഞാൻ സ്കൂളിൽ ഒരു ദിവസം ഈ കമ്മൽ ഇട്ടുകൊണ്ട് പോയി എന്തോ ഒരു ഫംഗ്ഷന്. അപ്പം അന്ന് എൻ്റെ ടീച്ചർ ചോദിച്ചതാണ്, ഇതെന്താ വൈഷ്ണവി ദോശക്കല്ല് ഒന്ന്. അന്ന് തൊട്ട് ഈ കമ്മലിനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ദോശക്കല്ല് കമ്മലാണ് വിളിക്കാം. ഇത് നേരത്തെ കണ്ട പോലെ ഇത് വാട്ടർമെലൺ തണ്ണിമത്തനാണ്. നാരങ്ങ പോലത്തെ ചെറിയ തണ്ണിമത്തൻ്റെ ഇയറിങ്സ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആണ്. ബാലി ജിൽക്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മിനി വെർഷനും ലാർജ് വെർഷനും കണ്ടില്ലേ. ഗോൾഡൻ ആൻഡ് ബ്ലൂ. ഇവിടെ താഴെ ഇതിൻ്റെ അടിയിൽ ഒരു ബ്ലൂ പേള് പോലെ ഉണ്ടായിരുന്നു. അത് ഞാൻ മര്യാദയ്ക്ക് സൂക്ഷിക്കാൻ കൊണ്ട് പൊട്ടിപ്പോയി. എനിക്ക് കുറച്ച് ഉള്ള എന്തെങ്കിലും വെസ്റ്റേൺ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ ഈ കമ്മൽ എടുത്തിടുക. അങ്ങനെ ഇട്ടിട്ടിപ്പോൾ കറുത്തു, പക്ഷെ കളയാൻ തോന്നുന്നില്ല. ഈ കമ്മൽ അടിപൊളിയല്ല. എല്ലാ കളറും ഉണ്ട് കമ്മലിന്. എല്ലാ കളറും, ലിറ്ററലി എല്ലാ കളറും ഉണ്ട്. ഇത് എൻ്റെ ഫേവറേറ്റ് ഇയറിങ്സ് ആണ്. എല്ലാ ഇയറിങ്സും ചിത്രം എൻ്റെ ഫേവറേറ്റ് ആണ്. ലുക്ക്, പീകോക്ക് പീകോക്ക്. ഇത് ആക്ച്വലി എൻ്റെ കമ്മലല്ല, ഇതും അമ്മയുടെയാണ്. ഈ ചെറിയ സ്റ്റഡ് എല്ലാം അമ്മയുടെയാണ്. ഇത് ഞാൻ കടം വാങ്ങി തിരിച്ചു കൊടുക്കുന്നതാണ്.
ഇത് ആക്ച്വലി സ്റ്റഡ് അല്ല, ഇത് ശരിക്കും ജുംക്കയാണ്. ഇത് ജുംക്ക പൊട്ടിപ്പോയി, അപ്പം ഞാനിത് സ്റ്റഡായിട്ടിട്ടു. ആ ജുംക്ക ഞാനിപ്പോഴും വെച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും ട്രൈ ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് എടുക്കാമെന്ന്. ഇത് ഞാൻ ഉണ്ടാക്കിയ കമ്മലാണ്. ഉണ്ടാക്കിയത് ഇൻ ദ സെൻസ് കുറേ പഴയ കമ്മലെല്ലാം കൂടെ പൊട്ടിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ അതിനെ ശരിയാക്കി. പക്ഷെ അത്ര സെറ്റായിട്ടില്ല, അതുകൊണ്ടാണ് അതിൽ ഇടാത്തത്. പിന്നെ ഭയങ്കര വലുതാണ് എനിക്ക്. വലിയ കമ്മലൊന്നും വലുതായാലും ഇടാത്തതല്ല, പക്ഷെ അത്ര ഭംഗിയായിട്ടില്ല. ഇതും ആക്ച്വലി സ്റ്റഡല്ല, ഈ കൊട്ട ജുംക്കയുടെ സ്റ്റഡ് കൂടെ ഉള്ള സാധനമായിരുന്നു. ഞാനത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് സെപ്പറേറ്റ് ജുംക്ക ഇത് സ്റ്റഡാക്കി. എങ്ങനെയുണ്ട്? ഈ കമ്മൽ ദിസ് ഈസ് ആക്ച്വലി വെരി ഹാർട്ട് ബ്രേക്കിംഗ്. ഞാനിത് എന്തോ കാണിച്ച് ഇത് 2 വട്ടം പൊട്ടി കമ്മൽ. എന്നിട്ട് സൂപ്പർ ഗ്ലൂ ഇട്ടൊട്ടിച്ച് വെച്ചു. പക്ഷെ അതിൻ്റെ ഭംഗി കൊണ്ടുപോയി. പക്ഷെ ഞാൻ കളഞ്ഞിട്ടില്ല, എനിക്ക് എപ്പോഴെങ്കിലും ഇടാലോ. പിന്നെ ഇതുപോലത്തെ കുറേ കമ്മൽ, ഇത് ഞങ്ങൾ ദുബായിൽ നിൽക്കുമ്പോൾ ഒരു കടയിൽ നിന്ന് വാങ്ങിയത്. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് എന്നോ ക്വാളിറ്റി എന്തോ ആയിരുന്നു കടയുടെ. റാസൽ ഖേമയിലുള്ളവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടയുടെ പേര് അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതുപോലത്തെ കുറേ കമ്മലുണ്ട് ഒരേപോലത്തെ. ഇത് ബ്ലൂ, അതിൻ്റെ പിങ്ക് വേർഷൻ, പിന്നെ അതിൻ്റെ പർപ്പിളുണ്ട്. അങ്ങനെ പല കളറിലും അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. വൈറ്റൊക്കെ ഉണ്ടായിരുന്നു. വൈറ്റൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നുള്ളത് കാണാനില്ല. അപ്പം എടുക്കണം. അപ്പം അതെല്ലാം ഒന്നിച്ച് വയ്ക്കാം. ഈ കമ്മലിൻ്റെ ഒരു പേര് കാണാനില്ല. ഞാൻ ഒട്ടുമിക്ക എൻ്റെ എല്ലാ റീൽസിലിടാറുള്ള കമ്മലാണ്, പക്ഷെ എൻ്റെ ഒരെണ്ണം കാണാനില്ല. ഇത് വേറൊരു ബാലി ജുംക്ക. ദിസ് ഈസ് ആക്ച്വലി മൈ ഫസ്റ്റ് ബാലി ജുംക്ക. ഇത് റാസൽ ഖൈമയിൽ UAE നിൽക്കുമ്പോൾ വാങ്ങിയതാണ്. സാധനം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ തീരെ ഇടാത്തൊരു കമ്മലാണ്. ലൈക്ക് ഐ നെവർ വോൺ ദിസ് ഇൻ മൈ ലൈഫ്. ഐ ഡോണ്ട് ഈവൻ ഹാവ് എ പിക്ചർ. അഗൈൻ അമ്മയുടെ കമ്മൽ. ഈ കമ്മൽ എനിക്ക് കുഞ്ഞു കമ്മൽ ഇഷ്ടമല്ല, സോ അതുകൊണ്ടാണ് ഈ അമ്മയുടെ കമ്മൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിയിട്ട് ഫിക്സ് കൊടുക്കാത്തതാണ്. ഇതും അതെ, ഇതും അമ്മയുടെ കുഞ്ഞു കമ്മൽ. ഓ, പേര് കിട്ടി ഗൈസ്. കമ്മലിൻ്റെ പേര് കിട്ടി. ഞാൻ കാണാൻ പോയി വിചാരിച്ചു, തിരിച്ചു കിട്ടി. അമ്മയുടെ കുഞ്ഞു കമ്മൽ. These are actually my big girl earrings. ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഹാങ്ങിങ്സ് ആയിട്ടുള്ളത് ഈ കമ്മലിടുന്നത്. പിന്നെ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ്സ് മീഷോയുടെ കൊളാബ് ഗൈസ്. ഹലോ. അച്ഛൻ ഉറങ്ങിയായിരുന്നു. ബോക്സ് വന്ന സാധനം അച്ഛൻ കണ്ടു. അവിടെ ബൈക്കിൽ കൊണ്ടുവന്നിട്ട് തന്നത് എല്ലാം എടുത്തിനകത്തേക്ക് വെച്ചു.
ഇത്രയും ബോക്സിനകത്ത് കിടന്നിരുന്ന കമ്മലുകൾ അതിനകത്തേക്കാക്കി. മീഷോയുടെ കൊളാബ് കാരണം ഒരു ഫ്രീ ബോക്സ്. യാ, അച്ഛന് ഫ്രീ ആയിട്ട് കിട്ടിയ സന്തോഷം, അല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പറപ്പിച്ചെന്നെ. ഇപ്പോൾ എല്ലാ കമ്മലുകളും എടുത്ത് ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അടയുന്നില്ല ഗൈസ്. ഈ 2 കമ്മലുകൾ ഇരിക്കണ കാരണം ഇത് അടയ്ക്കാൻ കുറച്ച് പാടുണ്ട്. അപ്പോൾ മാറ്റി വെച്ച് നോക്കാം. എല്ലാം എടുത്ത് വെച്ചു. അനിയൻ ഫുൾ ടൈം ടിവിയുടെ മുന്നിലിരിക്കുന്ന തന്നെയാണ് കേട്ടത്. അച്ഛൻ്റെ വഴക്ക് കേട്ടിട്ട് ഓടി വന്നതാ. എവിടെ എങ്ങനെ വന്നേ? അച്ഛൻ വഴക്ക് പറഞ്ഞു കുറേ നേരം ടി വി വെച്ചോണ്ടിരുന്നതിന്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി എന്തെങ്കിലും കാണാം.